صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തത്തെയും കേൾവിയെയും ശ്രദ്ധയെയും സംസാരത്തെയും എല്ലാം നാളെ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന വലിയ ഖൈറായി കൊണ്ടുവരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഒരു അനുഗ്രഹമാണ് വിശ്വാസികൾക്ക് ചെയ്തു തന്നിട്ടുള്ളത് എന്ന്. മറ്റൊരു ആയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്നത് ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും, നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകൻ വന്നെത്തിയിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്ത, മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ വലിയ തൽപരനായ ഒരു പ്രവാചകനാണ് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതാണ്. എത്രത്തോളം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറയുകയാണ്, ലമ്മാ റഅയ്തു മിനൻ നബിയ്യ തീബൻ നഫ്സി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ വലിയ സന്തോഷവാനായി ഞാൻ കണ്ട നേരം. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ സന്തോഷത്തിലാണ്. അപ്പൊ അവിടുന്ന് നമ്മുടെ ഉമ്മ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ദുഅല്ലാഹ ലി, റസൂലേ എനിക്ക് വേണ്ടി അങ്ങ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ മാ തഖദ്ദമ മിൻ ദംബിഹാ വമാ തഅഖർ മാ അസറത് വമാ അഅലനത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, അയസുറുകി ദുആഇ, എന്റെ ദുആ നിന്നെ സന്തോഷിപ്പിച്ചോ എന്ന്. ഈ ദുആ കേട്ട സമയത്ത് ആയിഷ ബീവി അവിടുന്ന് ചിരിക്കുകയും ഹത്താ സഖത റഅസുഹാ ഫീ ഹിജ്രിഹാ, ചിരിച്ച് ഇങ്ങനെ വീഴുന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി ഈ ഒരു പ്രാർത്ഥന നടത്തിയപ്പോൾ സന്തോഷിച്ചാൽ ചിരിച്ചിങ്ങനെ വീഴുന്നാണ്. അപ്പോഴാണ് പ്രവാചകൻ ചോദിക്കുന്നത്, അയസുറുകി ദുആഇ, എന്റെ പ്രാർത്ഥന നിന്നെ സന്തോഷിപ്പിച്ചോ? അവിടുന്ന് നമ്മുടെ ഉമ്മയുടെ മറുപടി, വമാലി ലാ യസുറുനി ദുആഉക, അങ്ങയുടെ ഈ ദുആ, അങ്ങ് ദുആ ചെയ്യുക എന്നുള്ളത് എങ്ങനെ എന്നെ സന്തോഷിപ്പിക്കാതിരിക്കാനാണ്? ആ സമയത്ത് പ്രവാചകൻ പറയുന്ന മറുപടി ഉണ്ട് സഹോദരങ്ങളെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വല്ലാഹി ഇന്നഹാ ലദുആഇ ബിഉമ്മതി ഫീ കുല്ലി സ്വലാ, എന്നാൽ ഇതാണ് എൻ്റെ ഉമ്മത്തിന് വേണ്ടി എൻ്റെ ഓരോ നമസ്കാരങ്ങളിലും ഞാൻ പ്രാർത്ഥിക്കുന്ന ദുആ. സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ നമസ്കാരത്തിലും പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കരിക്കുന്നതിന് വേണ്ടി നിന്നു. ദീർഘനേരം പ്രവാചകൻ നിന്ന് നമസ്കരിക്കാൻ പ്രവാചകന്റെ കണ്ണുകൾ നനയാൻ തുടങ്ങി. പ്രവാചകന്റെ നിന്നിരുന്ന സ്ഥലം പ്രവാചകന്റെ കണ്ണുനീരിൽ കുതിരാൻ തുടങ്ങി. ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുത്ത് ചെന്ന് നിൽക്കുന്നുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു ചെന്ന് നോക്കുമ്പോൾ തേങ്ങി 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 പ്രവാചകൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഉമ്മത്തി 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 എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്റെ സമുദായം, എന്റെ ഉമ്മത്ത്. സഹോദരങ്ങളെ, ഈ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഓർത്തുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ വലിയ വലിയ പ്രാർത്ഥനകൾ നടത്തിയിട്ടുള്ളത്. ഇനി നോക്കൂ നിങ്ങൾ, ലിക്കുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ്, എല്ലാ നബിമാർക്കും ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു പ്രാർത്ഥന ഉണ്ട്. എന്തായാലും ഉത്തരം കിട്ടുമെന്ന് അള്ളാഹു വാക്ക് നൽകിയിട്ടുള്ള ഒരു പ്രാർത്ഥന ഉണ്ട്. ആ ദുആ എല്ലാ നബിമാരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴികെ. പ്രവാചകൻ പറഞ്ഞത് അത് നാളെ പരലോകത്ത്
എന്റെ ഉമ്മത്തിലെ ആളുകൾക്ക് വേണ്ടിയുള്ള ശുപാർശക്കായി ഞാൻ മാറ്റിവെച്ചിരിക്കണം. നോക്കൂ, നിങ്ങൾ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളുണ്ടായ രംഗങ്ങളുണ്ട്. മക്കാരെ മുഴുവൻ പെരും കള്ളൻ എന്ന് വിളിച്ച, അതുപോലെ തന്നെ ഭ്രാന്തൻ എന്ന് വിളിച്ച അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ആലോചിച്ച് നോക്കണം, ഒരു നാട് മുഴുവൻ ഭ്രാന്തൻ എന്ന് വിളിക്കുമ്പോ, പെരും കള്ളൻ എന്ന് വിളിക്കുമ്പോ എന്തുമാത്രം പ്രയാസം ഉണ്ടായിട്ടുണ്ടാവും. അതല്ലെങ്കിൽ പ്രവാചകന്റെ വീട്ടിൽ അടുപ്പ് പുകയാത്ത മാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പച്ചില ഭക്ഷിച്ച് കന്നുകാലികളെ പോലെ കാഷ്ടിച്ച സംഭവങ്ങൾ പ്രവാചക ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആൺമക്കളെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവസാനത്തെ മകൻ ഇബ്രാഹിം മരണപ്പെട്ടപ്പോൾ ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥന എടുത്ത് ഉപയോഗിക്കാമായിരുന്നു. അല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ മരണം നടന്നാല് ആളുകൾ വരും, നമ്മളെ സമാധാനിപ്പിക്കും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ മരിച്ച സമയത്ത് ആ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് പറയാണ്, അബുത്തറിയാ മുഹമ്മദ്, നീ വാലറ്റ് പോയി, നിനക്കിനി പരമ്പരയില്ല. എത്ര പ്രയാസം ഉണ്ടായിട്ടുണ്ടാവും സഹോദരങ്ങൾ. ആ സമയത്ത് ഈ പ്രാർത്ഥന എടുത്ത് ഉപയോഗിക്കാമായിരുന്നു. അല്ലാഹു എന്റെ മകന് നീ ആരോഗ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കാമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോഴൊന്നും ഈ നിർബന്ധമായും ഉത്തരം ലഭിക്കുമെന്ന് പറയപ്പെട്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നാളെ പരലോകത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടി, നമ്മുടെ സ്വർഗ്ഗപ്രവേശനത്തിന് വേണ്ടി ശുപാർശ ചെയ്യാനായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രാർത്ഥനയെ മാറ്റിവെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, എന്തൊരു നന്മയുള്ള മനസ്സാണത്. എങ്ങനെയാണ് ആ പ്രവാചകനെ നമ്മൾ സ്നേഹിക്കാതിരിക്കുക? സ്വഹാബത്ത് പ്രവാചകനെ സ്നേഹിച്ചത് എങ്ങനെയാണ് എന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെടുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, കാന വല്ലാഹി അഹബ്ബ ഇലൈനാ മിൻ അംവാലിനാ വഔലാദിനാ വആബാഇനാ വഉമ്മഹാതിനാ. പ്രവാചകൻ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതായിരുന്നു. എന്തിനേക്കാളേറെ? ഞങ്ങളുടെ മക്കളെക്കാളേറെ, ഞങ്ങളുടെ മാതാപിതാക്കളെക്കാളേറെ, ഞങ്ങളുടെ ഉമ്മമാരെക്കാളേറെ, ഞങ്ങളുടെ സമ്പത്തിനേക്കാളേറെ. അവസാനം അദ്ദേഹം ഒരു വാക്ക് പറയുന്നുണ്ട്. നോമ്പുകാരായിരിക്കെ അത് കൃത്യം നമുക്ക് ബോധ്യപ്പെടും. അദ്ദേഹം പറയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവാചകൻ പ്രിയപ്പെട്ടതാണ്. എന്തിനേക്കാളേറെ? ദാഹിച്ച് വലഞ്ഞു വരുന്നവന് തണുത്ത വെള്ളം എത്ര പ്രിയപ്പെട്ടതാണോ അതിനേക്കാൾ പ്രിയപ്പെട്ടതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, എങ്ങനെയാണ് ആ പ്രവാചകനെ സ്നേഹിക്കാതിരിക്കാൻ സാധിക്കുക? പ്രവാചകരെ, അങ്ങ് മഹത്തായ സ്വഭാവത്തിനുടമയാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ വെറുതെ പറഞ്ഞതല്ല. ചരിത്രത്തിന്റെ താളുകൾ നമ്മൾ എടുത്തു വായിച്ചു നോക്കിയാൽ, ചരിത്രത്തിന്റെ താളുകൾ നമ്മൾ മറിച്ചു നോക്കിയാൽ എത്ര സംഭവങ്ങളാണ്. ഒരിക്കൽ ശദ്ദാദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് വന്നപ്പോൾ പേരക്കുട്ടി ഹസനെയോ ഹുസൈനെയോ കൂടെ കൊണ്ടുവന്നു. അങ്ങനെ പ്രവാചകൻ നമസ്കാരം തുടങ്ങി സുജൂദിൽ കിടന്നു. സുജൂദിൽ കിടന്ന പ്രവാചകൻ അവിടുന്ന് എഴുന്നേൽക്കുന്നില്ല. കുറെ സമയമായപ്പോ ഒരു എണീറ്റ് നോക്കിയാൽ പ്രവാചകൻ അപ്പോഴും സുജൂദിലാണ്. അങ്ങനെ നമസ്കാരം കഴിഞ്ഞ് സ്വഹാബത്ത് ചോദിക്കാണ്, പ്രവാചകരെ, എന്തുകൊണ്ടാണ് സുജൂദ് വല്ലാതെ ദൈർഘിച്ചല്ലോ, വഹി വല്ലതും വന്നോ എന്ന് ചോദിക്കണം. ആ സമയത്ത് പ്രവാചകന്റെ മറുപടി, വഹിയൊന്നും വന്നിട്ടില്ല, എന്റെ കുട്ടി എന്നെ ആനയാക്കി കളിക്കുകയായിരുന്നു. അപ്പൊ ഓന്റെ ആവശ്യം തീരുന്നതിന് മുൻപ് ഓനെ അവിടെ നിന്ന് ഇറക്കാൻ എനിക്ക് മടി തോന്നി. നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണ്. നോക്കൂ, നിങ്ങൾ അനസ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അദ്ദേഹം കുറച്ച് കുട്ടികളുടെ അടുത്ത് കൂടി നടന്നു പോയി. ആ സമയത്ത് അദ്ദേഹം കുട്ടികളോട് അങ്ങോട്ട് സലാം പറയേണ്ട രീതി എന്താണ്? കുട്ടികള് മുതിർന്നവരോടാണ് പറയുന്നത്. പക്ഷേ അനസ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കുട്ടികളോട് സലാം പറയാം. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഫഅലു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളത്. നിങ്ങൾ ചെറിയ കുട്ടികളോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റമാണ്. മറ്റൊരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറച്ച് പാല് കൊണ്ടുവന്ന് കൊടുക്കപ്പെട്ടു. അപ്പൊ പ്രവാചകന് എന്ത് കിട്ടിയാലും പ്രവാചകൻ കുറച്ച് കഴിച്ച് വലത്ത് ഭാഗത്തുള്ള ആൾക്കാർക്ക് കൊടുക്കും. വലത്തെ ഭാഗത്തു നിന്നാണ് അതിങ്ങനെ കൊടുത്തിങ്ങനെ പോവുക. അപ്പൊ ഈ പാല് കിട്ടിയ ദിവസം വലത്ത് ഭാഗത്ത് ഇരിക്കുന്നത് ഒരു ചെറിയ കുട്ടിയാണ്, ഇടത് ഭാഗത്ത് ഇരിക്കുന്നതാകട്ടെ വലിയ
പ്രായമുള്ള ആളുകളാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുട്ടിയോട് അനുവാദം ചോദിക്കണം. യാ ഗുലാം, മോനെ, അതഅ്ദനു ലീ അൻ ഉഅതിയൽ അശിയാ, മോനെ, ഇത് ഈ മുതിർന്ന ആൾക്കാർക്ക് ഞാൻ കൊടുത്തോട്ടെ? അത് കുട്ടിയല്ലേ, നമ്മളെന്തിനാ അവരെ പരിഗണിക്കണം? കുട്ടികളെ ഞാൻ എന്തിനു കണ്ട ഭാവം നടിക്കണം? അങ്ങനെയല്ല. ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിയോട് അനുവാദം ചോദിക്കണം. യാ ഗുലാം, മോനെ, അതഅ്ദനു ലീ അൻ ഉഅതിയൽ അശിയാ, ഞാൻ ഇവർക്ക് കൊടുത്തോട്ടെ? ആ കുട്ടി പറയാം, റസൂലേ, അങ്ങ് കുടിച്ചത് ഞാൻ കുടിക്കുന്നതിന് മുൻപ് ഒരാൾക്ക് കൊടുക്കാൻ സമ്മതിക്കൂല. അങ്ങനെ ആ കുട്ടിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം, കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ല യുഖാലിതുന, പ്രവാചകൻ ഞങ്ങൾക്കിടയിൽ ഇടകലരാറുണ്ടായിരുന്നു. ഞങ്ങളിൽ ഒരാളായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. എന്നാൽ അദ്ദേഹം പറയാണ്, ഹത്താ യഖൂല ലി അഖിലി സഗീർ, എൻ്റെ ഒരു ചെറിയ അനുജനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുണ്ട്, യാ അബാ ഉമൈർ മാ ഫഅല നുഗൈർ, എന്താ സംഭവം? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ ഉമ്മ പ്രവാചകന്റെ അടുക്കൽ ആക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 10 വയസ്സാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അനിയൻ എന്ന് പറയുന്നത് ഒരു ചെറിയ കുട്ടിയായിരിക്കും. അപ്പൊ ഈ കുട്ടിക്ക് ഒരു കുരുവി ഉണ്ടായിരുന്നു. ഈ ഒരു കുരുവി ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നു. അതിനായിട്ട് എപ്പോഴും ഈ കുട്ടി ഇങ്ങനെ കളിക്കുന്ന. ഒരു ദിവസം പ്രവാചകൻ ഇങ്ങനെ പോകുമ്പോൾ ആ കുട്ടി സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി ആ കുട്ടിയുടെ അടുത്ത് ഇരുന്നിട്ട് ചോദിക്കുകയാണ്, യാ അബാ ഉമൈർ മാ ഫഅല നുഗൈർ, എവിടെ പോയി, നിന്റെ കുരുവി എവിടെ പോയി? ആ കുട്ടി പറഞ്ഞത് ചത്തുപോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയുടെ കൂടെ ഇരുന്ന്, ആ കുട്ടി ചിരിക്കുന്നത് വരെ ആ കുട്ടിയുടെ കൂടെ ഇരുന്ന് കുട്ടിയെ കളിപ്പിച്ചുകൊണ്ട്. നോക്കൂ നിങ്ങൾ, ഒരു ചെറിയ കുട്ടിയുടെ വിഷയത്തിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധ നോക്കൂ നിങ്ങൾ. അതേപോലെ തന്നെ മറ്റൊരിക്കൽ പ്രവാചകന്റെ സദസ്സിലേക്ക് ഒരാൾ കയറി വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളിൽ ആരാണ് മുഹമ്മദ്? അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നാല് ഇതിൽ ആരാണ് റസൂൽ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റൂല. സ്വഹാബത്ത് പറയാണ്, അബൂദറും അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുമ അവർ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്ലിസു ബൈന ളഹരി അസ്ഹാബി, ഒരിക്കൽ പ്രവാചകൻ സ്വഹാബത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഫയജീഉൽ ഗരീബു ഫലാ യദ്രി അയ്യുഹും ഹത്താ യസ്അൽ, പുറത്തുനിന്ന് ഒരാൾ വന്നാല് ചോദിക്കണം, ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ ഇതിൽ ആരാണ് നബി, ആരാണ് സ്വഹാബത്ത്. നോക്കൂ നിങ്ങൾ, അവിടുത്തെ ഭരണാധികാരിയാണ്, അള്ളാഹുവിന്റെ റസൂലാണ്, ഖുർആൻ വഹിയായി ലഭിച്ച പ്രവാചകനാണ്. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വന്നാൽ ചോദിക്കണം, നിങ്ങളിൽ ആരാണ് മുഹമ്മദ് എന്ന് ചോദിക്കണം എന്നുള്ളതാണ്. എന്നിട്ട് സ്വഹാബത്ത് പറയാണ്, അങ്ങനെ ഫഖലബനാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നജ്അല ലഹു മജ്ലിസൻ യഗ്രിഫുൽ ഗരീബു ഇദാ അതാ, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലേ, പുറത്തുനിന്ന് ഒരാൾ വന്നാൽ മനസ്സിലാവുന്ന രൂപത്തിൽ ഒരു ഉയർന്ന സ്ഥാനത്ത് അങ്ങിരിക്കണമെന്ന് സ്വഹാബത്ത് ആവശ്യപ്പെടുകയും പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നോക്കൂ സഹോദരങ്ങളെ, ഇത് പ്രവാചകന്റെ ജീവിതത്തിലെ വളരെ ചുരുങ്ങിയ ഏടുകൾ മാത്രമാണ്. എന്തുമാത്രം വിനയമുള്ള റസൂലാണ് നമ്മുടേത്, എന്തുമാത്രം ശ്രേഷ്ഠനായ നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടേത്. അതുകൊണ്ട് ആ പ്രവാചകനെ പിൻപറ്റാൻ, ആ പ്രവാചകന്റെ മാർഗം സ്വീകരിക്കാൻ, ആ പ്രവാചകന്റെ ജീവിതം പഠിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനെ പിൻപറ്റുവാനും ആ പ്രവാചകന്റെ കൂടെ നാളെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഫഅയ്യു സ്വാഇമീന അഅ്ളമു അജ്റ, നബിയെ, ഏറ്റവും പുണ്യം ലഭിക്കുന്ന നോമ്പുകാരൻ ആരാണ്? ഏറ്റവും പുണ്യം ലഭിക്കുന്ന നോമ്പുകാരൻ ആരാണ് നബിയെ എന്ന് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അക്സറുഹും ലില്ലാഹി ദിക്റ, അല്ലാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്യുന്നയാളാണ്. ആരാണോ അല്ലാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്യുന്നത് അവനാണ് ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന നോമ്പുകാരൻ എന്നുള്ളത്. സഹോദരങ്ങളെ, ഈ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. നോമ്പുകാരായിരിക്കെ ദിക്റുകൾ കൃത്യമായി ചൊല്ലാൻ, അള്ളാഹുവിനെ സ്മരിക്കാൻ, ഇതുപോലുള്ള മജ്‌ലിസുകളിൽ ഇരുന്ന് അള്ളാഹുവിനെ കുറിച്ച് കേൾക്കാൻ, പഠിക്കാൻ
അതുപോലെ തന്നെ മറ്റുള്ള ദിക്റുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഔൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, ദിക്റുൻ നാസി ദാഉൻ, ജനങ്ങളെ കുറിച്ച് ഓർക്കൽ രോഗമാണ്. വദിക്റുല്ലാഹി ദവാഉൻ, അല്ലാഹുവിനെ കുറിച്ച് ഓർക്കലാകട്ടെ അത് ശമനമാണ് എന്നുള്ളതാണ്. സമാധാനത്തിന്റെ ഉറവിടം അത് ദിക്റാണ് സഹോദരങ്ങളെ. നോമ്പുകാരനായിരിക്കെ ദിക്റിൽ ശ്രദ്ധ കാണിക്കുക, ധാരാളമായി ദിക്ർ ചെയ്യുക, അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് നമ്മുടെ നോമ്പിന്റെ പ്രതിഫലം ഇരട്ടിയാക്കി തരുന്ന കാര്യമാണ്. അതിൽ വലിയ ശ്രദ്ധ നമ്മൾ കാണിക്കണം. മഹാനായ ഇബ്നു സ്വലാഹ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, മൻ ഹാഫള അലാ അദ്കാരി സ്വബാഹ് വൽ മസാ, ആര് പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും പ്രാർത്ഥനകൾ സൂക്ഷിക്കുന്നുവോ, സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായി ചൊല്ലിപ്പോരും, രാവിലത്തെ പ്രാർത്ഥനകളും വൈകുന്നേരത്തെ പ്രാർത്ഥനയും, അതുപോലെ തന്നെ അദ്കാരി ബഅദ സ്വലവാത്ത്, നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥനയും, വഅദ്കാരി നൗം, അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയും. 4 സന്ദർഭങ്ങൾ, രാവിലെയും വൈകുന്നേരവും, അതുപോലെ തന്നെ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥന, അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന. ഈ ദിക്റുകൾ ആര് സൂക്ഷിക്കുന്നുവോ, ആര് കൃത്യമായി അത് ചൊല്ലിപ്പോരുന്നുവോ, അവർ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ദാക്കിരിങ്ങളുടെ കൂട്ടത്തിൽ അവർ എണ്ണപ്പെടുന്നത്. എന്താ ദാക്കിരിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടുള്ള കാര്യം? ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നോമ്പുകാരായിരിക്കെ ഏറ്റവും മുന്തിയ പ്രതിഫലം നേടാനുള്ള മാർഗമാണ് ധാരാളമായി റബ്ബിനെ ദിക്ർ ചെയ്യുക എന്നുള്ളത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ആ കാര്യം ശ്രദ്ധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ കുറിച്ച് ധാരാളമായി പഠിക്കുന്ന, മനസ്സിലാക്കുന്ന നല്ല അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആലയെ ധാരാളമായി ദിക്ർ ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ ധാരാളമായി സ്മരിച്ചുകൊണ്ട് ഏറ്റവും മുന്തിയ പ്രതിഫലം നോമ്പനുഷ്ഠിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് വാങ്ങുവാനുള്ള തൗഫീഖ്, നാം പരലോകത്ത് ആ നോമ്പുകാർക്കുള്ള പ്രതിഫലങ്ങളെല്ലാം നേടിയെടുക്കുവാനുള്ള തൗഫീഖ്, ആ നോമ്പുകാർക്ക് മാത്രമായുള്ള കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള തൗഫീഖ് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വഅഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.